ഹായ് ഓൾ, വെൽക്കം ടു സി സി ബാങ്ക്. ഞാൻ ആര്യ. സി സി ഓണം നല്ലോണം പഠിച്ചോണം. അപ്പൊ ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ഏരിയ ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആ ഭാഗത്ത് നിന്നും ഈ ലേറ്റസ്റ്റ് നടന്നിട്ടുള്ള നമ്മുടെ കോമൺവെൽത്ത് ഗെയിംസ് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ഫാക്ട്സ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്കറിയാം നമ്മുടെ എക്സാമിനൊക്കെ എപ്പോഴും ചോദിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ് ഇതുപോലെ പ്രധാനപ്പെട്ട ഇവന്റ്സുകൾ, അതുപോലെ അവയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എത്രാമത്തെ വേദിയാണ്, എവിടെയാണ് വേദി, അതുപോലെ എത്രാമത്തെ എഡിഷൻ ആണ്, അങ്ങനെയൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പൊ നമുക്ക് ഈ കോമൺവെൽത്ത് ഗെയിംസുമായി ബന്ധപ്പെട്ടിട്ട് അത് എല്ലാ ഏരിയയും ഒന്ന് കവർ ചെയ്തു പോവാം. പ്രധാനപ്പെട്ട വിന്നേഴ്സ് ആരൊക്കെയാണ്, വേദി എവിടെയായിരുന്നു, ഏതാണ് എഡിഷൻ, അങ്ങനെയുള്ള അല്ലെങ്കിൽ ഇനി നെക്സ്റ്റ് വരാനിരിക്കുന്നത് എവിടെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇന്നത്തെ ഈ ക്ലാസ്സിലൂടെ ഒന്ന് ഡിസ്കസ് ചെയ്ത് പഠിച്ചു പോകാം കേട്ടോ. ഓക്കെ, അതിന് മുമ്പായിട്ടൊരു കാര്യം ഓർമ്മിപ്പിച്ചോട്ടെ. നമ്മുടെ സി സിയിൽ നിന്നും കേരളത്തിന്റെ വിവിധ ബാങ്കുകളിലേക്ക് എത്തപ്പെട്ടിട്ടുള്ള കുട്ടികളാണ് ഇവരൊക്കെ. അപ്പൊ ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ കരിയറിൽ ഒരു ഉയർച്ച വേണം, അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു ബാങ്കിലൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ജോലിയൊക്കെ ചെയ്ത് നല്ല സെറ്റ് ആവാൻ സാധിക്കണം അല്ലെ. അതിന് വേണ്ടിയിട്ട് നമ്മുടെ സി സി ബാങ്കിൽ ഒരുപാട് കോഴ്സുകൾ അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങൾ നമ്മുടെ ബോർഡിൽ കാണുന്ന നമ്പർ ആയിട്ടുള്ള 8921440580 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നമ്മുടെ കോഴ്സിനെ പറ്റിയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. അപ്പൊ എത്രയും വേഗം തന്നെ സീറ്റ് ഉറപ്പിക്കുക, നല്ല രീതിയിൽ തന്നെ പഠിച്ചു മുന്നോട്ട് പോവുക കേട്ടോ. അപ്പൊ നമ്മൾ പറഞ്ഞു, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഏതാണ്? കോമൺവെൽത്ത് ഗെയിംസ് ആണ് 2026 നടന്നത് അല്ലേ. അപ്പൊ നമുക്ക് ഈ കോമൺവെൽത്ത് ഗെയിംസുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട പോയിന്റ്സ് ഒന്ന് നോക്കി പോവാം. നമ്മൾ ആദ്യം പഠിച്ചു വെക്കേണ്ട ഒരു ഏരിയ ആണ് ഏതാണ്? ഹോസ്റ്റ് സിറ്റി ആൻഡ് കൺട്രി എന്ന് പറയുന്നത് അല്ലെ. ആതിഥേയ രാജ്യങ്ങൾ ഏതാണ് എന്ന കാര്യം പഠിച്ചു വെച്ചോളുക. നമുക്കറിയാം വാർത്തകളിലൊക്കെ നിറഞ്ഞു നിന്നതാണ്, അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതൊക്കെ ഓൾറെഡി പഠിച്ചു വെച്ചിട്ടുണ്ടാവും. ഏതാണ് വരിക? ഓർത്തിരിക്കുക, ഗ്ലാസ്ഗോ സ്കോട്ട്ലൻഡ് ആണ് കേട്ടോ. ഏതാണ്? സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോ എന്ന സ്ഥലമായിരുന്നു നമ്മുടെ ആതിഥേയ രാജ്യം എന്ന് പറയുന്നത്. ഏതാണ്? സ്കോട്ട്ലൻഡ് ആണ്. ഏത് സിറ്റിയിലാണ് നടന്നത് എന്ന് ചോദിച്ചാൽ ഗ്ലാസ്ഗോയിലാണ് എന്ന കാര്യം കൂടെ ഒന്ന് ഓർത്തു വെച്ചോളുക. അതുപോലെ ഡേറ്റ്സ്, എന്നാണ് ആരംഭിച്ചത്, അതുപോലെ എന്നാണ് അവസാനിച്ചത് എന്ന കാര്യം കൂടെ നമ്മളൊന്ന് ഓർത്തിരിക്കണം. എന്നാണ് ആരംഭിച്ചത്? ജൂലൈ 23 ആരംഭിച്ച് ഓഗസ്റ്റ് 2 അവസാനിച്ചത് അല്ലെ. അപ്പോ ഡേറ്റ്സ് ഒന്ന് ഓർത്തിരിക്കുക. എന്നാണ്? ജൂലൈ 23 ടു ഓഗസ്റ്റ് 2, 2026 എന്ന കാര്യം ഒന്ന് നോട്ട് ചെയ്തോളുക. അതുപോലെ നമ്മൾ ഓർത്തിരിക്കേണ്ട മറ്റൊരു കാര്യം എന്താണ്? എത്രാമത് എഡിഷൻ ആണ് എന്ന കാര്യം ഒന്ന് പഠിച്ചു വെക്കണം അല്ലെ. എത്രാമത് എഡിഷൻ ആണ് നടന്നത്? 23rd എഡിഷൻ ആണ് എന്ന കാര്യം ഓർക്കുക. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരിക്കും, 23rd എഡിഷന്റെ വെന്യൂ ഏതാണ് എന്ന് ചോദിച്ചാൽ, 23ാമത് എഡിഷന്റെ വേദി ചോദിച്ചാൽ നമ്മൾ ഓർത്തിരിക്കണം സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോ ആണ് എന്ന് കേട്ടല്ലോ. അതുകൊണ്ട് തന്നെ നമ്മൾ എഡിഷൻ കൃത്യമായിട്ടൊന്ന് നോട്ട് ചെയ്തു പോവുക. എത്രാമതെയാണ് നടന്നത്? 23ാമതാണ് എന്ന കാര്യം പഠിച്ചു വെച്ചോളൂ കേട്ടോ. അതുപോലെ നമ്മൾ നോക്കി വെക്കേണ്ട മറ്റൊരു കാര്യമാണ് എന്താണ് മസ്കോട്ട്. നമ്മുടെ കോമൺവെൽത്ത് ഗെയിംസ് 2026 നടന്ന കോമൺവെൽത്ത് ഗെയിംസിന്റെ ഭാഗ്യചിഹ്നം അല്ലെ. ഏതാണ് ഭാഗ്യചിഹ്നം എന്ന് പറയുന്നത്? ഓർത്തിരിക്കുക, ഫിനിയാണ് കേട്ടോ. ഏതാണ്? ഫിനിയാണ് എന്ന കാര്യം ഓർക്കുക. ഇൻസ്പയർഡ് ബൈ സ്കോട്ട്ലൻഡ്സ് നാഷണൽ അനിമൽ ദ യൂണിക്കോൺ. നമ്മുടെ സ്കോട്ട്ലൻഡിന്റെ ദേശീയ മൃഗമായ യൂണിക്കോണിൽ നിന്നും ഇൻസ്പയർഡ് ആയിക്കൊണ്ട് നിർമ്മിച്ച ഭാഗ്യചിഹ്നമാണ് ഇത് ഫിനി എന്ന് പറയുന്നത്. ഇതിന് ഫീച്ചറിങ് എ ട്രാഫിക് കോൺ ഷേപ്ഡ് ഹോൺ. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും ഒരു ട്രാഫിക് കോൺ ഷേപ്ഡ് ഹോണൊക്കെ നമുക്ക് കാണാൻ സാധിക്കും അല്ലെ. അപ്പോ ഒന്ന് ഓർത്തിരിക്കുക, ഭാഗ്യചിഹ്നം അഥവാ മസ്കോട്ട് എന്ന് പറയുന്ന ഏതാണ്? ഫിനിയാണ് എന്ന കാര്യം പഠിച്ചു വെച്ചോളുക കേട്ടോ. ഇനി നമ്മൾ നോക്കേണ്ട മറ്റൊരു കാര്യം, എന്നാണ് നെക്സ്റ്റ് എഡിഷൻ? 23rd ആണ് കഴിഞ്ഞത്. ഇനി വരാനിരിക്കുന്ന അപ്പൊ എത്രാമത്തെ ആയിരിക്കും? 24th എഡിഷൻ ആണ് വരാനിരിക്കുന്നത്. അതിന്റെ വേദി നമ്മൾ പഠിച്ചു വെക്കണം. എന്നാണ് വരുന്നത് എന്ന കാര്യം കൂടെ ഒന്ന് നോട്ട് ചെയ്ത് പഠിച്ചു വെക്കുക. ഏത് വർഷമാണ് അടുത്ത എഡിഷൻ വരുന്നത്? പഠിച്ചു വെച്ചോളുക. എന്നാണ്? 2030 വരിക. എന്താണ്? 2030 എന്ന കാര്യം ഓർക്കുക. 2030 നമ്മുടെ 24ാമത് എഡിഷൻ വരുന്നത് കേട്ടോ. ഓർത്തിരിക്കുക. അപ്പൊ ഈ 24ാമത് എഡിഷന്റെ വേദി എവിടെയാണ് എന്ന കാര്യം കൂടെ ഓർത്തിരിക്കുക. എവിടെയാണ്? നമ്മുടെ ഇന്ത്യയിലാണ് നടക്കുന്നത്. ഇന്ത്യയില് ഗുജറാത്തില് അഹമ്മദാബാദിൽ വെച്ചിട്ടാണ് എന്ന കാര്യം ഓർക്കുക കേട്ടോ. എവിടെയാണ്? ഇന്ത്യ, ഗുജറാത്ത് എന്ന കാര്യം ഒന്ന് ഓർത്തിരിക്കുക. നമ്മുടെ ഇന്ത്യയിലെ ഗുജറാത്തിലാണ്. അതുപോലെ തന്നെ അഹമ്മദാബാദ് ഓർക്കുക. സെനറ്ററി എഡിഷൻ മാർക്കിംഗ് 100 years ഓഫ് ദ
കോമൺവെൽത്ത് ഗെയിംസ്. അപ്പോൾ ഇതിന്റെ മറ്റൊരു പ്രത്യേകത എന്താണ്? 100ാമത്തെ വർഷം കൂടെ നമ്മൾ ആഘോഷിക്കുന്നുണ്ട് എന്ന കാര്യം ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. അപ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ് നമ്മൾ പറഞ്ഞത്. ഹോസ്റ്റ് സിറ്റി ഏതാണ്, ഡേറ്റ്സ് എന്താണ്, മസ്കോട്ട്, അതുപോലെ തന്നെ എഡിഷൻ, നെക്സ്റ്റ് എഡിഷൻ, അത് ഏത് ഇയറിലാണ്, അത് എവിടെ വെച്ചിട്ടാണ് നടക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കൃത്യമായിട്ട് തന്നെ പഠിച്ചു വെക്കണം. ഓക്കെ, ഇനി നമുക്ക് നോക്കണ്ടേ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ സെറിമണിയിലൊക്കെ ഫ്ലാഗ് ബെയറർ ആരായിരുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാം. അപ്പൊ ഓർത്തിരിക്കുക, ലീഡർഷിപ്പ് ആൻഡ് സെറിമോണിയൽ റോൾസ് അതാരാണ് വരിക? ഫ്ലാഗ് ആൻഡ് ബാറ്റൺ ബെയറേഴ്സ്. അപ്പൊ ആരൊക്കെയാണ് വരുന്നത് നമുക്ക് നോക്കാം. ഓർത്തിരിക്കുക, ഓപ്പണിംഗ് സെറിമണിയില് ഫ്ലാഗ് ബെയറർ എന്ന് പറയുന്നത് ആരായിരുന്നു? നമ്മുടെ ഇന്ത്യയുടെ സ്റ്റാർ വെയിറ്റ് ലിഫ്റ്റർ മീരാബായി ചാനു ആണ് എന്ന കാര്യം ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. വെയിറ്റ് ലിഫ്റ്റർ ആയിരുന്ന മീരാബായി ചാനു ആണ് നമ്മുടെ ഫ്ലാഗ് ബെയറർ ആയിരുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക. അതുപോലെ ഓപ്പണിംഗ് സെറിമണിയിലെ ബാറ്റൺ ബെയറർ ആരായിരുന്നു? അതുകൂടെ ഒന്ന് ഓർത്ത് വെച്ചോളുക. ഒളിമ്പിക് മെഡലിസ്റ്റ് ബോക്സർ ആയിരുന്ന ലോവ്ലീന ബോർഗഹെയ്ൻ ആണ് എന്ന കാര്യം ഒന്ന് ഓർത്തു വെച്ചോളുക കേട്ടോ. അപ്പോൾ ഫ്ലാഗ് ബെയറർ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? നമ്മുടെ വെയിറ്റ് ലിഫ്റ്റർ ആയ മീരാബായി ചാനു ആണ്. അതുപോലെ ബാറ്റൺ ബെയറർ ആരായിരുന്നു ഓപ്പൺ സെറിമണിയിൽ എന്ന് ചോദിച്ചാൽ ആരാണ്? നമ്മുടെ ബോക്സർ ആയിട്ടുള്ള ലോവ്ലീന ബോർഗഹെയ്ൻ ആണ് എന്ന കാര്യം കൂടെ ഒന്ന് പഠിച്ചു വെച്ചോളുക കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ ഇപ്പൊ പറഞ്ഞത് എന്താണ്? ഓപ്പണിംഗ് സെറിമണിയിലെ കാര്യമാണ് നമ്മൾ ഇപ്പൊ പഠിച്ചത് അല്ലെ. ഇനി നമ്മൾ ഓർത്തിരിക്കണം, ക്ലോസിംഗ് സെറിമണിയില് ഫ്ലാഗ് ബെയറർ ആരായിരുന്നു എന്ന കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്യണം. ആരായിരുന്നു ക്ലോസിംഗ് സെറിമണിയില്? ഓർത്തോളുക, ക്ലോസിംഗ് സെറിമണിയിൽ വരിക ഗോൾഡ് മെഡൽ വിന്നിംഗ് ബോക്സറായ ജാസ്മിൻ ലംബോറിയെ ആണ് എന്ന കാര്യം ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. ജാസ്മിൻ ലംബോറിയെ ആണ് നമ്മുടെ ഫ്ലാഗ് ബെയറർ ആയിരുന്നത് എവിടെ? ക്ലോസിംഗ് സെറിമണിയിൽ എന്ന കാര്യം ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. ജാസ്മിൻ ലംബോറിയെ ആണ്. അതുപോലെ ഒഫീഷ്യൽ ഫ്ലാഗ് ഹാൻഡ് ഓവറിംഗ് നടന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? നമുക്കറിയാം 2030 24ാമത് കോമൺവെൽത്ത് ഗെയിംസ് വരികയാണ് അല്ലെ. അപ്പോൾ അതിനോടനുബന്ധിച്ച് ഒരു ഫ്ലാഗ് ഹാൻഡ് ഓവർ നടക്കുകയുണ്ടായി. അതില് ആരാണ് അത് വാങ്ങിയത്? ഒളിമ്പിക് മെഡലിസ്റ്റ് ആയ നീരജ് ചോപ്രയും ഓർക്കുക, നീരജ് ചോപ്ര. അതുപോലെ തന്നെ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് ആയ PT ഉഷയുമാണ് അത് വാങ്ങിയത് എന്ന കാര്യം ഓർക്കുക കേട്ടോ. ഒഫീഷ്യലി റിസീവ്ഡ് ദ കോമൺവെൽത്ത് ഫ്ലാഗ് ഡ്യൂറിംഗ് ദ ക്ലോസിംഗ് സെറിമണി ഹാൻഡ് ഓവർ ഫോർ അഹമ്മദാബാദ് 2030. അഹമ്മദാബാദില് 2030 നടക്കാനും ഇരിക്കുന്ന നമ്മുടെ നെക്സ്റ്റ് കോമൺവെൽത്ത് ഗെയിംസിനോടനുബന്ധിച്ച് ആ ഫ്ലാഗ് ഹാൻഡ് ഓവറിങ് അതിൽ റിസീവ് ചെയ്ത ആരാക്കിയാണ് എന്ന കാര്യം ഒന്ന് ഓർത്ത് വെച്ചോളുക. ആരൊക്കെയാണ്? നീരജ് ചോപ്ര, അതുപോലെ തന്നെ PT ഉഷയാണ് എന്ന കാര്യം ഒന്ന് പഠിച്ചു വെച്ചോളുക കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ നമ്മൾ ഇവിടെ ഓർക്കേണ്ടത് ഏത് ഇയറിലാണ് നടക്കുന്നത്? 2030 നടക്കുന്നത്. എത്രാമത്തെ എഡിഷനാണ് നടക്കുന്നത്? 24 നടക്കുന്നത്. അതുപോലെ എവിടെ വെച്ചിട്ടാണ് നടക്കുന്നത്? നമുക്കറിയാം ഗുജറാത്ത് ആണ് അല്ലേ. അവർക്ക് ഗുജറാത്ത് ആണ് എന്ന കാര്യം ഓർത്തിരിക്കുക. അതുപോലെ തന്നെ നമുക്കറിയാം ആരാണ് ഇതിനുള്ള ഫ്ലാഗ് ഹാൻഡ് ഓവറിംഗ് സമയത്ത് ആ സെറിമണിയിൽ അത് റിസീവ് ചെയ്തത് ആരൊക്കെയാണ് എന്ന ചോദ്യം വരാം. ഓർത്തിരിക്കുക, നീരജ് ചോപ്ര, അതുപോലെ തന്നെ PT ഉഷ. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഇതിന്റെ റാങ്ക് അറിയണം അല്ലെ. ആരാണ് വിന്നർ, സെക്കൻഡ് പൊസിഷൻ, തേർഡ് പൊസിഷൻ, നമ്മുടെ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്, നമുക്ക് എത്ര മെഡലുകൾ കിട്ടി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെച്ചോളുക. അപ്പോൾ നമ്മുടെ റാങ്ക് ടേബിളില് ഫസ്റ്റ് വരുന്നത് ആരാണ്? ഓർത്തിരിക്കുക, ഓസ്ട്രേലിയ ആണ് കേട്ടോ. ആരാണ് വരുന്നത്? ഫസ്റ്റ് വരുന്നത് ഓസ്ട്രേലിയ ആണ് എന്ന കാര്യം ഒന്ന് ഓർക്കുക. ഫസ്റ്റ് ആരായിരുന്നു വിന്നേഴ്സ്? ഓസ്ട്രേലിയയാണ്. അതില് അവർക്ക് ഗോൾഡ്, എത്ര ഗോൾഡ് മെഡൽ കിട്ടി? 70 ഗോൾഡ് മെഡൽ ആണ് കിട്ടിയത് കേട്ടോ. ഓർത്തിരിക്കുക, 70 ഗോൾഡ് മെഡൽ ആണ് കിട്ടിയത്. എത്ര സിൽവർ മെഡൽ കിട്ടി? 45 ആണ് കിട്ടിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എത്ര ബ്രോൺസ് മെഡൽ കിട്ടി? അതുകൂടെ അറിഞ്ഞിരിക്കുക, 56 ആണ് കിട്ടിയിരിക്കുന്നത്. അങ്ങനെ ടോട്ടൽ എത്ര മെഡൽ ആണ് അവർക്ക് കിട്ടിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓർത്തിരിക്കുക 171 ആണ് കേട്ടോ. ഇത്രയാണ് 171 മെഡലുകളുമായിട്ട് നമ്മുടെ പട്ടികയിൽ, റാങ്ക് പട്ടികയിൽ ഫസ്റ്റ് ആരായിരുന്നു വന്നത്? ഓസ്ട്രേലിയ ആണ് വന്നത് എന്ന കാര്യം ഒന്ന് പഠിച്ചു വെച്ചോളുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇംഗ്ലണ്ട് ആണ് സെക്കൻഡ് പൊസിഷനിൽ എത്തിയത്. അവർക്ക് ഗോൾഡ് എത്രയാണ്? 29 ഗോൾഡ് മെഡൽ കിട്ടുകയുണ്ടായി. അതുപോലെ സിൽവർ എത്രയാണ് കിട്ടിയത്? 45 സിൽവർ മെഡൽ ആണ് കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ ബ്രോൺസ് കിട്ടിയതോ? 36 ബ്രോൺസ് മെഡൽ കിട്ടുകയുണ്ടായി. അങ്ങനെയാണെങ്കിൽ 100
10 ആണ് അവരുടെ ടോട്ടൽ മെഡലുകളുടെ എണ്ണം എന്ന കാര്യം കൂടി ഒന്ന് ഓർത്തു വെച്ചോളുക. ഇനി തേർഡ് പൊസിഷനിൽ ആരാണ് വരിക? കാനഡയാണ് വരിക കേട്ടോ. ആരാണ് വരിക? കാനഡയാണ് വരുന്നത്. അവർക്ക് കിട്ടിയത് 19 ഗോൾഡ് മെഡൽ ആണ് കിട്ടിയത്. സിൽവർ എത്രയാണ്? 20 ആണ് കിട്ടിയത്. ബ്രോൺസ് എത്രയാണ് കിട്ടിയത്? 23 ആണ് കിട്ടിയത്. ടോട്ടൽ കിട്ടിയത് എത്രയാണ്? 62 ആണ് എന്ന കാര്യം കൂടെ ഒന്ന് ഓർത്തിരിക്കുക. ഇനിയാണ് നമ്മൾ പറയാൻ പോകുന്നത്, വളരെ ഇമ്പോർട്ടന്റ് ആണ്, നമ്മുടെ ഇന്ത്യയുടെ പൊസിഷൻ ചോദിക്കാം. എത്രാമതാണ് ഇന്ത്യയുടെ പൊസിഷൻ? 4th പൊസിഷൻ. എത്രാമതാണ്? 4ാം സ്ഥാനമാണ് നമ്മുടെ ഇന്ത്യക്ക് എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഇന്ത്യക്ക് അങ്ങനെയാണെങ്കിൽ എത്ര മെഡലുകൾ കിട്ടുകയുണ്ടായി? 13 ഗോൾഡ് കിട്ടുകയുണ്ടായി. അങ്ങനെയാണെങ്കിൽ 17 സിൽവർ മെഡൽ കിട്ടുകയുണ്ടായി. ബ്രോൺസ് എത്രയാണ്? 9 ആണ് എന്ന കാര്യം ഓർക്കുക കേട്ടോ. 9 വെങ്കല മെഡലുകളാണ് കിട്ടിയത്. ടോട്ടൽ എത്ര കിട്ടി എന്ന് ചോദിച്ചാൽ 39. എത്രയാണ് വരിക? 39 ആണ് വരിക എന്ന കാര്യം കൂടി ഒന്ന് ഓർത്തു വെച്ചോളുക. 5th പൊസിഷനിൽ വരുന്നത് സ്കോട്ട്ലൻഡ് ആണ്. സ്കോട്ട്ലൻഡിന്റെ ഗോൾഡ് എത്രയാണ്? 13 ആണ് ഗോൾഡ്. സിൽവർ കിട്ടിയിരിക്കുന്നത് 9 ആണ് എന്ന കാര്യം കൂടെ ഒന്ന് അറിഞ്ഞിരിക്കുക. അപ്പൊ നമ്മൾ എപ്പോഴും ഓർക്കുക, റാങ്കിങ്ങിൽ ഫസ്റ്റ് വന്നത് ആരാണ്? ഓസ്ട്രേലിയ ആണ് എന്ന കാര്യം ഓർക്കുക. അതുപോലെ ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ ഇന്ത്യയുടെ പൊസിഷൻ എത്രയാണ്, അതുപോലെ നമുക്ക് ടോട്ടൽ എത്ര മെഡലുകൾ കിട്ടി എന്ന കാര്യം കൂടെ ഒന്ന് ഓർത്തു വെച്ചോളുക. അതുപോലെ തന്നെ ഗോൾഡ് എത്ര, സിൽവർ എത്ര, ബ്രോൺസ്, അതുകൂടെ ഒന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കുക. ഇനി നമ്മുടെ ഇന്ത്യയുടെ മെഡലുകൾ നേടിയിട്ടുള്ള ആളുകളെ കൂടെ നമ്മളൊന്ന് പഠിച്ചു വെക്കണം. അപ്പോൾ ഓർക്കുക, നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് ഇന്ത്യൻ മെഡൽ വിന്നേഴ്സില് ഗോൾഡ് മെഡലിസ്റ്റുകൾ ആരൊക്കെയാണ് എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു ഗോൾഡ് 13 പേർക്കാണ് കിട്ടിയിരിക്കുന്നത് അല്ലെ. അപ്പോൾ ഗോൾഡ് മെഡലിസ്റ്റ് എത്ര പേരാണ്? 13 പേരാണ് വരിക. അതില് ഫസ്റ്റ് ആണ് മീരാബായ് ചാനു. മീരാബായ് ചാനുവിന് ഏതിനാണ് കിട്ടിയിരിക്കുന്നത്? വെയ്റ്റ് ലിഫ്റ്റിങ്ങിനാണ് കിട്ടിയത് എന്ന കാര്യം ഓർക്കുക. അടുത്താണ് ഷർമിള ധൻഗർ. അവർക്ക് പാരാ അത്ലറ്റിക്സിനാണ് കിട്ടിയിരിക്കുന്നത്. അതുപോലെ തന്നെ പാരാ അത്ലറ്റിക്സിന് കിട്ടിയ 2 പേരാണ് ദിലീപ് ഗാവിറ്റ്, അതുപോലെ തന്നെ സോമൻ റാണ. ഓർത്തിരിക്കുക കേട്ടോ. അതുപോലെ ജൂഡോയ്ക്ക് വുമൺസ് 48 kg ആർക്കാണ്? അസ്മിത ഡേക്കാണ് കിട്ടിയത് എന്ന കാര്യം ഓർക്കുക. ഏതിനാണ് കിട്ടിയത്? ജൂഡോക്കാണ് കിട്ടിയത് എന്ന കാര്യം ഒന്ന് പഠിച്ചു വെച്ചോളുക കേട്ടോ. ഓക്കെ, അടുത്തതാണ് ഹർഷ് സിംഗ്. ഹർഷ് സിംഗിന് കിട്ടിയത് നമുക്കറിയാം ജൂഡോക്ക് കിട്ടിയ അല്ലെ. ജൂഡോക്കാണ് കിട്ടിയത്, ഓർത്തിരിക്കുക. ഏതിലാണ്? മെൻസ് ആണല്ലേ. മെൻസ് 60 kg ജൂഡോക്ക് ഫസ്റ്റ് കിട്ടുന്നത് ആർക്കാണ്? ഹർഷ് സിംഗിനാണ് എന്ന കാര്യം ഒന്ന് ഓർത്തിരിക്കുക. അടുത്തത് ബോക്സിങ്ങിന് കിട്ടിയിട്ടുള്ള ആളുകളാണ് പ്രീതി പവർ, ജൈസ്മിൻ ലംബോറിയ, സാക്ഷി ചൗധരി, അതുപോലെ തന്നെ പ്രിയ ഗംഗാവസ്. ഓർത്തിരിക്കുക കേട്ടോ. ബോക്സിങ്ങിന് കിട്ടിയിട്ടുള്ളതാണ് എന്ന കാര്യം ഓർക്കുക കേട്ടോ. അപ്പൊ ഇവർക്കൊക്കെ ഏതിനാണ് കിട്ടിയിരിക്കുന്നത്? ബോക്സിങ്ങിനാണ് കിട്ടിയിരിക്കുന്നത്. അതുപോലെ അരുന്ധതി, സച്ചിൻ, അതുപോലെ തന്നെ അൻകുഷ്, ഇവർക്കൊക്കെ കിട്ടിയിരിക്കുന്നത് ഏതിനാണ്? ബോക്സിങ്ങിനാണ് എന്ന കാര്യം ഒന്ന് ഓർത്തു വെച്ചോളുക. ജസ്റ്റ് നമ്മുടെ മെഡലിസ്റ്റുകൾ ആരൊക്കെയാണ് എന്നുള്ളതൊന്ന് റീഡ് ചെയ്ത് പോകണം കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് സിൽവർ മെഡൽ വിന്നേഴ്സ് ആരൊക്കെയാണ് എന്നുള്ളതാണ്. സിൽവർ മെഡൽ വിന്നേഴ്സ് എത്ര പേരുണ്ട്? 17 പേരുണ്ട് അല്ലെ. നമുക്കത് ആരൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കി പോവാം. ഓർത്തിരിക്കാം. ഫസ്റ്റ് വരുന്നത് ആരാണ്? നീരജ് ചോപ്രയാണ്. നീരജ് ചോപ്രയ്ക്ക് അത്ലറ്റിക്സിനാണ്. അതുപോലെ മുരളി, പ്രവീൺ, സൗവീഷ്, ഇവർക്കൊക്കെ ഏതിനാണ്? ഗുൽവീർ സിംഗ്, ഇവർക്കൊക്കെ കിട്ടിയിരിക്കുന്നത് ഏതിനാണ്? അത്ലറ്റിക്സിനാണ് എന്ന കാര്യം അറിഞ്ഞിരിക്കുക കേട്ടോ. അതുപോലെ വെയ്റ്റ് ലിഫ്റ്റിങ്ങിന് കിട്ടിയതാണ് ആരൊക്കെയാണ്? ഋഷികാന്ത സിംഗ്, അവർക്ക് എന്തിനാണ്? വെയ്റ്റ് ലിഫ്റ്റിങ്ങിനാണ് കിട്ടിയിരിക്കുന്നത്. അതുപോലെ തന്നെ രാജ മുത്തുപാണ്ഡി, അവർക്കും കിട്ടിയിരിക്കുന്നത് ഏതിനാണ്? വെയ്റ്റ് ലിഫ്റ്റിങ്ങിനാണ് എന്ന കാര്യം ഓർത്തിരിക്കുക കേട്ടോ. ഓക്കെ, അതുപോലെ വെയ്റ്റ് ലിഫ്റ്റിങ്ങിന് കിട്ടിയിട്ടുള്ള മറ്റാളുകളെ കൂടെ നമുക്കൊന്ന് നോക്കാം. ജ്ഞാനേശ്വരി യാദവ്, അതുപോലെ തന്നെ വല്ലൂരി അജയ ബാബു, ഹർജിന്ദർ കൗർ, അതുപോലെ തന്നെ ലവ്പ്രീത് സിംഗ്, ഇവർക്കൊക്കെ കിട്ടിയിരിക്കുന്നത് ഏതിനാണ്? നമ്മുടെ വെയ്റ്റ് ലിഫ്റ്റിങ്ങിനാണ് എന്ന കാര്യം ഓർക്കുക. ബോക്സിങ്ങിന് കിട്ടിയിരിക്കുന്നതാണ് വുമൺസ് 70 kg. അതിൽ കിട്ടിയതാണ് ആർക്ക്? ലോലീന ബോർഗഹെ. ഓർത്തിരിക്കുക കേട്ടോ. ഓക്കെ, അതുപോലെ ബോക്സിങ്ങിന് കിട്ടിയിട്ടുള്ള മറ്റാളുകളാണ് ജാദുമണി സിംഗ്, അതുപോലെ നരേന്ദർ ബർവാൾ. ഇവർക്കും എന്തിനാണ് കിട്ടിയിരിക്കുന്നത്? ബോക്സിങ്ങിനാണ് കിട്ടിയിരിക്കുന്നത്. ജൂഡോക്ക് കിട്ടിയിരിക്കുന്നതാണ് വുമൺസ് ജൂഡോ 50
7 kg ആർക്കാണ്? യാമിനി മൗര്യ കേട്ടോ, ഓർക്കുക. അതുപോലെ മുഹമ്മദ് ബേസിലിന് കിട്ടിയിരിക്കുന്നത് ഏതിനാണ്? പാരാ അത്ലറ്റിക്സിനാണ്. അതുപോലെ കിട്ടിയേക്കുന്നതാണ് ശുഭാം ജുവൽ, അവർക്കും ഏതിനാണ്? പാരാ അത്ലറ്റിക്സിനാണ് കിട്ടിയത് എന്ന കാര്യം ഓർക്കുക. 2 പേർക്കും മെൻസ്, ഒരാൾക്ക് കിട്ടിയിരിക്കുന്നത് മെൻസ് 100 മീറ്റർ ആണെങ്കിൽ ശുഭാം ജുവലിന് കിട്ടിയിരിക്കുന്നത് ഏതിനാണ്? മെൻസ് ഷോർട്ട് പുട്ടിനാണ് എന്ന കാര്യം ഒന്ന് മനസ്സിലാക്കിയിരിക്കുക കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ബ്രോൺസ് മെഡൽ വിന്നേഴ്സ് ആണ്. ബ്രോൺസ് മെഡൽ വിന്നേഴ്സ് നമുക്കറിയാം എത്ര പേർക്കാണ്? 9 പേർക്കാണ് കിട്ടിയിരിക്കുന്നത്. ആ 9 ആളുകൾ ആരൊക്കെയാണ് എന്നുകൂടെ നമുക്കൊന്ന് നോക്കിപ്പോവാം. അപ്പോൾ ബ്രോൺസ് മെഡൽ വിന്നേഴ്സ് നമ്മൾ പറഞ്ഞു 9 പേരാണ് വരിക. അതിലൊന്നാണ് യശ്വീർ സിംഗ്, അത്ലറ്റിക്സിനാണ് കിട്ടിയിരിക്കുന്നത്. സെൽവ പ്രഭു തിരുമാറൻ അത്ലറ്റിക്സിനാണ് കിട്ടിയിരിക്കുന്നത്. ഗുൽവീർ സിംഗ് അത്ലറ്റിക്സ് ആണ്. തേജസ്വിനി ശങ്കർ അത്ലറ്റിക്സിനാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ. അതിന്റെ പ്രത്യേകത എന്താണ്? ഇന്ത്യസ് ഫസ്റ്റ് കോമൺവെൽത്ത് ഡെക്കാത്തലൺ മെഡലാണ് എന്ന കാര്യം ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഓക്കെ, അടുത്താണ് സീമ കലൈരാമൻ, അത് അത്ലറ്റിക്സിനാണ്. ബിന്ധ്യറാണി ദേവി വെയ്റ്റ് ലിഫ്റ്റിങ്ങിനാണ് കിട്ടിയിരിക്കുന്നത്. ഉന്നതി ശർമ്മ ജൂഡോ, ശില്പ കെ ശൈല പാരാ അത്ലറ്റിക്സ്, ജണ്ടു കുമാർ ഏതാണ്? പാരാ പവർ ലിഫ്റ്റിംഗ്, ഓർത്തിരിക്കുക കേട്ടോ. അപ്പോൾ കോമൺവെൽത്ത് ഗെയിംസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. കൃത്യമായിട്ട് തന്നെ എന്ത് ചെയ്യുക? നമ്മളത് പഠിച്ചു പോകണം. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ എഡിക്ഷൻ എത്രാമതാണ്, വേദി ഏതാണ്, അതുപോലെ തന്നെ ഫ്ലാഗ് ബെയറർ, മസ്കോട്ട് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. കൃത്യമായിട്ട് തന്നെ ഈ ടോപ്പിക്ക് കവർ ചെയ്ത് വെക്കുക കേട്ടോ. നമ്മുടെ വരുന്ന എക്സാമുകൾക്കൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അതുപോലെ നമ്മൾ ഒരു കാര്യം കൂടെ ഓർമ്മിപ്പിക്കുകയാണ്. നമുക്കറിയാം ഓണം സെലിബ്രേഷൻ ഒക്കെ ആയി, നമ്മൾ ഓണമൊക്കെ ആഘോഷിച്ച് തുടങ്ങുകയാണ് അല്ലേ. അപ്പോൾ നമ്മുടെ CC ബാങ്കിന്റെ ഒപ്പം തന്നെ നിങ്ങൾക്കും ഓണം ആഘോഷിച്ച് മുന്നോട്ട് വരാം. കാരണം നമുക്കറിയാം ഓണ സെലിബ്രേഷൻ ഒക്കെ നടക്കുകയാണെങ്കിൽ പോലും നമ്മുടെ പഠനം വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലേ. അപ്പോൾ ഓർക്കുക, നമ്മുടെ CC ബാങ്ക്, CSEB ജൂനിയർ ക്ലർക്ക്, അതുപോലെ തന്നെ അപ്പെക്സ് സൊസൈറ്റി ജൂനിയർ ക്ലർക്ക്, ഈ 2 കോഴ്സുകൾക്കായിട്ട് 30% വരെ നിങ്ങൾക്ക് ഓഫർ ലഭിക്കുന്നതായിരിക്കും. അത് നിങ്ങൾ നല്ല രീതിയിൽ തന്നെ വിനിയോഗിക്കുക. നമ്മുടെ ഓണത്തോടനുബന്ധിച്ച് നമുക്ക് 30% വരെ ഓഫർ ഉണ്ട്. അപ്പോൾ നിങ്ങൾ എത്രയും വേഗം തന്നെ എന്ത് ചെയ്യുക? നമ്മുടെ കോഴ്സ് പർച്ചേസ് ചെയ്യുക. നമ്മുടെ കോഴ്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയുവാനായിട്ട് ബോർഡിൽ കാണുന്ന നമ്പർ ആയിട്ടുള്ള 8921440580 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. അപ്പോൾ എത്രയും വേഗം തന്നെ എന്ത് ചെയ്യുക? നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്ത് പഠനം മുന്നോട്ട് കൊണ്ടുപോകുക കേട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു സെഷനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. CC ഓണം, നല്ലോണം പഠിച്ചോണം.